ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, വെൻ ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക്, അതാണ് ടോപ്പിക്. ഒറ്റ വാക്കി പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സമയവും ബെസ്റ്റ് ടൈം തന്നെയാണ്. നമ്മളത് എപ്പോഴാണോ ക്യാഷാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ അത് എത്തരം പൈസയായിരിക്കണം. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ട്രേഡിങ് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ പ്രക്രിയയെ നമ്മളൊരു ബിസിനസ്സായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഏതായിരിക്കണം എന്നുള്ളതിനാണ് പ്രാധാന്യം. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ ഹൗസ്, കാറ്, ഓർണമെൻറ്റ്സ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ, ഇതൊന്നും എടുത്തിട്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കണ്ട് ആ COVID-19 സമയത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ SBIയുടെ ഒരു ഷെയറിൻ്റെ പൈസ അതായത് 250 150 250 രൂപ വരെ അതിൻ്റെ ഫേസ് വാല്യൂ അത്ര വരെ ഡൗൺ ആയി എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ 912, അതായത് ഏകദേശം 700 രൂപയ്ക്ക് അടുത്താണ് ഒരു ഷെയറിൻ്റെ പൈസ കൂടിയത്. അപ്പോൾ ഒരു 1000 ഷെയർ വാങ്ങി വെച്ചാൽ എത്ര പൈസ ലാഭം കിട്ടി. അതേസമയം തന്നെ ഈ COVID-19 മുന്നേ SBIയുടെ ഷെയർ വാങ്ങി വെച്ച ഒരാളുണ്ടെന്ന് വിചാരിക്കുക. 1000 ഷെയർ വാങ്ങി, അയാൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വെച്ച പൈസയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ സമയത്ത് അത് വിൽക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് എത്രമാത്രം ലോസ് വരുമെന്ന് ചിന്തിക്കണം. അപ്പോൾ അതായത് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനല്ല, നമ്മളത് ഷെയർ വിൽക്കാനായിട്ട് ക്യാഷ് ആക്കേണ്ട ആ സമയത്തിനാണ് പ്രാധാന്യം കൂടുതൽ. മിക്കവാറും ഇങ്ങനെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. ആ സമയത്ത് പൈസയുള്ളവർ ഇഷ്ടംപോലെ വാങ്ങും, ഇൻവെസ്റ്റ് ചെയ്യും. അത് പറയുമ്പോൾ ഒരു മനുഷ്യത്വരഹിതമായ കാര്യമായിട്ട് തോന്നുമെങ്കിലും സത്യം അതാണ്. അന്നേരം നന്നായിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാർക്കറ്റ് ബുള്ളിഷാവും. ഇവർ അത് വിൽക്കുക, അത് വിറ്റ് അതായത് ഇങ്ങനെ വരുന്ന അവസ്ഥയിനും മുന്നേ ഉണ്ടായ അവസ്ഥേനെക്കാട്ടിയും പൈസ കിടുമ്പോൾ അത് വിൽക്കുകയും ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തീരുമാനിക്കണം, അത് പെട്ടെന്ന് ക്യാഷ് ആക്കാനുള്ളതാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ മിക്കവാറും എപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ വരാറില്ല. എന്നാലും അത്യാവശ്യത്തിനുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ നന്നായിട്ട്, അതായത് മറ്റേത് ബിസിനസ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുക, നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല, മറ്റ് ബിസിനസ് ചെയ്യുന്നതിനെക്കാട്ടിയല്ല, നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിയും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിൽ FD ഇട്ടാൽ നമുക്ക് കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ എങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ, ഈ എപ്പോഴാണ് ലോസ് വരിക എന്ന് വെച്ചാൽ, നമ്മൾ പെന്നി സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത്തരം കമ്പനികൾ, ചെറിയ കമ്പനികളൊക്കെ അത് പൊട്ടിപ്പോവും. അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലോസ് വരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതിനെക്കൊണ്ട് സക്സസ് ആണ്. നമുക്ക് അത് നന്നായി പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് വാങ്ങും, വിൽക്കുക, അങ്ങനെയുള്ളൊരു കുറച്ച് സമയം ഡെയിലി ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. അങ്ങനെ ഒരു ബെറ്റർ ലൈഫിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ്